തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. ആ ആരോപണങ്ങൾ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതൊരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്നും ഹാരിസിനെ ചേർത്ത് നിർത്തുമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഈ വിഷയം അന്വേഷിക്കാനായിട്ടൊരു സമിതിയെ കൂടി നിയോഗിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ സമിതിയുടെ കണ്ടെത്തലുകൾ ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു റിപ്പോർട്ട് കൊടുത്തതിൻ്റെ പ്രകാരം ഹാരിസിനൊരു നോട്ടീസ് കൂടി നൽകിയിരിക്കുകയാണ്. കാരണം കാണിക്കൽ നോട്ടീസാണ്. ഹാരിസിൻ്റെ പരാതിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വാസ്തവമായിരുന്നില്ല. ഹാരിസ് ചട്ടവിരുദ്ധമായി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട അടക്കമുള്ള നടപടികൾ അത് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അതുകൂടാതെ ഒരു പുതിയ ആരോപണം കൂടിയിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്നും യൂറോളജി വിഭാഗത്തിൽ നിന്നും 20 ലക്ഷം രൂപ വിലയുള്ള ഒരു ഉപകരണം കാണാതെ പോയിട്ടുണ്ടെന്ന് കൂടിയിട്ട് ആരോഗ്യമന്ത്രി പറയുന്നു. നമ്മൾ ഈ വിഷയമാണ് ആദ്യം പരിശോധിക്കുന്നത്. അജിംസെ, നമുക്കറിയാം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, ശസ്ത്രക്രിയ മുടങ്ങി. ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യമാണ്, വാസ്തവമാണ്. അന്ന് വീണ ജോർജ് പറഞ്ഞത് ഹാരിസിനെ ചേർത്ത് നിർത്തുമെന്നാണ്. പക്ഷേ അതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയൊരു പ്രസ്താവനയുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആരോഗ്യ രംഗത്തെ മോശമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായി പോയെന്ന്. അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് വന്നുകൂടി എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും കുട്ടി വികൃതി കാണിക്കുകയോ ഒച്ച വയ്ക്കുകയോ ചെയ്താൽ ടീച്ചർമാർ എഴുന്നേൽപ്പിച്ച് ചേർത്തും കൈ നീട്ടി എന്നിട്ട് കയ്യിലടിക്കും. ഈ കയ്യിലടിക്കുന്ന ഈ കുട്ടിയെ ശിക്ഷിക്കലല്ല, അവിടെ ഇരിക്കുന്ന മറ്റു കുട്ടികൾക്കുള്ള ഒരു മെസ്സേജാണ്. നിങ്ങൾ ബഹളം വയ്ക്കരുത്, നിങ്ങൾ ബഹളം വെച്ച് ഇതുപോലെ അടി കൊള്ളും എന്ന് പറയുന്നതാണ്. സെയിം കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ ഹാരിസ് ചിറക്കിൽ ഒരു വിസിൽ ബ്ലോവർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹം സർക്കാരിന് എതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരാളോ രാഷ്ട്രീയമായ കാരണങ്ങളാൽ സർക്കാരിനെ എതിർക്കുന്ന ഒരാളോ സർക്കാരിൻ്റെ നയങ്ങളെ എതിർക്കുന്ന ഒരാളോ അല്ല എന്ന് സർക്കാരിനെ നയിക്കുന്നവർക്കും ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അതായത് സിസ്റ്റത്തിലൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുഴപ്പമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞ് സർക്കാരിന് നാണക്കേടാകുമ്പോൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ സംരക്ഷിക്കുന്നൊരു നിലപാടാണ് ആദ്യം വീണ ജോർജ് സ്വീകരിച്ചത്. പക്ഷെ മുഖ്യമന്ത്രി വേറൊരു നിലപാടാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം ആൾ നല്ല ആളൊക്കെ ആണെങ്കിലും ലോകം മുഴുവൻ വാഴ്ത്തപ്പെടുന്ന ആരോഗ്യമേഖലയെ നാണം കെടുത്തുന്നതിലേക്ക് ഈ സിറ്റുവേഷൻ കൊണ്ടുവന്ന് എത്തിച്ചു അദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ലായിരുന്നു എന്ന മെസ്സേജ് ആദ്യം കൊടുക്കുന്നു. അങ്ങനെ ആ മെസ്സേജ് കൊടുക്കുമ്പോൾ തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കിൽ വ്യക്തമാക്കുന്നുണ്ട്, ഞാൻ ഈ സർക്കാരിനെ വിമർശിക്കാനൊന്നുമല്ല ശ്രമിച്ചത്, ഞാൻ പലവട്ടം ശ്രമിച്ചിട്ടും രോഗികളുടെ വേദന നേർക്കുനേരെ മനസ്സിലാക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഒരു കാര്യം നടക്കാൻ വേണ്ടി പലവട്ടം ശ്രമിച്ചിട്ട് നടക്കാതായപ്പോൾ എനിക്ക് വിളിച്ചു പറയേണ്ടി വന്നതാണ്. അപ്പോൾ ഹാരിസ് ചിറക്കിലിൻ്റെ ഈ മാധ്യമങ്ങളിലുള്ള പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം വളരെ ഇമോഷണലാണ്. സംസാരിക്കുമ്പോൾ തന്നെ വളരെ ഇമോഷണലായിട്ട് സംസാരിക്കും. ചില മനുഷ്യർ അങ്ങനെയാണ്, അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഈ വളരെ ഇമോഷണലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു എമ്പതിയും ഇല്ലാതെ ഒരു ഇമോഷൻ ഇല്ലാതെ ജോലി ചെയ്യാം. അങ്ങനെ ജോലി ചെയ്യുന്ന ഒരുപാട് ഡോക്ടർമാരും സർക്കാർ ജീവനക്കാരൊക്കെ ഉണ്ട്. അതായത് പൊതുജനങ്ങളുടെ പ്രശ്നം മുമ്പിൽ വരുമ്പോൾ ഒട്ടും എമ്പത്തറ്റിക്കലാവാതെ ഒരു ഇമോഷൻ അതിൽ കൊടുക്കാതെ ചട്ടപ്പടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊരു പ്രശ്നം ഉണ്ടാവാറില്ല. അവർ കൃത്യമായി ശമ്പളം വാങ്ങുന്നു, അവർ കൃത്യമായി പ്രൊമോഷൻ ഉണ്ടാവും, അവർ കൃത്യമായി പെൻഷൻ വാങ്ങാൻ കഴിയും. അതായത് റിപ്പോർട്ട് എഴുതുമ്പോൾ എല്ലാ കാര്യങ്ങളും കോളങ്ങളിലും ടിക്ക് എഴുതാൻ പാകത്തിന് കാര്യങ്ങൾ ചെയ്ത് തീർത്ത് വീട്ടിൽ പോകുന്ന മനുഷ്യന്മാരുണ്ട്. അങ്ങനെ അല്ലാത്ത ആളുകളുണ്ട്. അപ്പം അങ്ങനെയല്ലാത്ത ആളുകളാണ് ഈ വിളിച്ചു പറയുന്നത്, വിസിൽ ബ്ലോവേഴ്സ് ആവുന്നത്. അവർക്കത് സഹിക്കാൻ പറ്റാതാവുമ്പോൾ വിളിച്ചു പറയുന്നതാണ്. ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഭരണകൂടത്തെ വിമർശിക്കാനൊന്നും അല്ല, അത് അവരുടെ ഒരു പ്രകൃതമാണ്. ഓക്കെ, ഇനി അത് ചട്ടലംഘനമാണ്, അങ്ങനെ ചെയ്യുന്നത് ചട്ടലംഘനമാണ്, ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ചട്ടലംഘനമാണെങ്കിൽ അതിൻ്റെ നടപടി സ്വീകരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നതൊരു പ്രതികാര നടപടിയാണ്. ആ പ്രതികാര നടപടി ഡോക്ടർ ഹാരിസ് ചിറക്കിലിനോടുള്ള വൈരാഗ്യമാണ്, ഭരണകൂടത്തിൻ്റെ വൈരാഗ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് മറ്റുള്ളവർക്കുള്ള താക്കീതാണ്. കാരണം അന്ന് നടന്നിട്ടുള്ള മാധ്യമ ചർച്ചകളിൽ, ചാനൽ ചർച്ചകളിൽ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരും ഡോക്ടർമാരും ഒക്കെ വന്നിരുന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല പ്രശ്നം എന്നാണ്. അവരാവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, അവിടെ മാത്രമല്ല പ്രശ്നം, അത് അവിടുത്തെ മാത്രം പ്രശ്നമല്ല, പലയിടത്തും പ്രശ്നമുണ്ട്. പക്ഷേ അവരത് തുറന്നു പറയാൻ തയ്യാറാവാത്തത് ഈ പറയുന്ന ക്ലാസ് റൂമിൽ കുട്ടി എഴുന്നേൽപ്പിച്ച് തല്ലും എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇനി ആരും അത് പറയരുത്, ഇനി മേലാൽ ഒരാളും പറയരുത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ സമയമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, തൊട്ടുടനെ അസംബ്ലി ഇലക്ഷൻ വരുന്നു. ഈ സമയത്ത് ഇങ്ങനെ വിസിൽ ബ്ലോവേഴ്സ് ഡോക്ടർ ഹാരിസ് ചിറക്കിലിനെ പോലുള്ളവർ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സർക്കാരിന് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടി തന്നെ ഭരണകൂടം പ്രത്യേകമായ PR പദ്ധതികൾ കൊണ്ടുവരുന്നൊരു സമയം കൂടിയാണിത്. എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കുക, സർക്കാരിന് അനുകൂലമായ നറേറ്റീവ് ഉണ്ടാക്കുക, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് സ്ഥാപിക്കുക. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ പ്രത്യേകമായി പണവും സമയവും ആൾശക്തിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരാൾ വന്ന് വിളിച്ചു പറയും, മറ്റുള്ളവർ അത് ഏറ്റുപിടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഇമേജ് ലോസ് ഉണ്ടാവും. അപ്പോൾ അത് മറികടക്കാനുള്ള ശ്രമമാണിത്. അല്ലാതെ ഹാരിസ് ചിറക്കിലിനോട് പ്രത്യേകമായ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു എന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നിലമ്പൂർ ഇലക്ഷനിൽ
ഏറ്റവും വലിയ തർക്കം അതായിരുന്നല്ലോ. ഭരണവിരുദ്ധ വികാരമാണോ ഉണ്ടായത്, ജനങ്ങൾ സർക്കാരിനെതിരെ വിധി എഴുതാണ് തുടങ്ങിയ തർക്കങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സർക്കാർ, അതും 2 ടേം പൂർത്തിയാക്കുന്ന ഒരു സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചില നടപടികളിൽ പ്രശ്നമുണ്ട് എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ സംയമനത്തോടെ കേൾക്കുകയും അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിക്കും എന്ന് പറയുകയും ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ജനങ്ങൾക്കൊക്കെ സർക്കാരിനെതിരായിട്ട് ഇങ്ങനെ വികാരം വിക്ഷുബ്ധരായിട്ട് നിൽക്കുകയല്ല. ചില പ്രശ്നങ്ങൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ മതി, അത് പരിഹരിക്കുക പോലും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ തന്നെ തീരുന്നൊരു പ്രശ്നത്തെ സർക്കാർ എന്താണ് ചെയ്യുന്നത്? സർക്കാർ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കുക, ആ വിളിച്ചു പറയുന്ന ആളുടെ വായടപ്പിക്കാൻ ശ്രമിക്കുക, അയാൾക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഇത് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഹാരിസ് ഇറക്കിയതിനെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും അറിയുന്നവരില്ല, വളരെ കുറച്ച് ആൾക്കാരെ അറിയുന്നുള്ളൂ. പക്ഷേ ഇന്ന് അദ്ദേഹം എന്താണ്, കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഇനി എന്ത് പറയുന്നോ, അദ്ദേഹത്തിനെതിരെ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നു, അതൊക്കെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളതാണ് ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ നയമെന്നാണ് തോന്നുന്നത്. അത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. നിഷാദ്, ഈ ഹാരിസ് ചിറക്കലിന് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരുന്നു. ആ നോട്ടീസിൽ പറഞ്ഞതായിട്ട് ഹാരിസ് പറയുന്ന ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ല എന്നതിനെ കുറിച്ചിട്ട് നേരത്തെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശേഷം അതിനു മുമ്പേ അദ്ദേഹം പരാതി കൊടുത്തതിൻ്റെ പകർപ്പുകൾ കൂടിയിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്കറിയാം ഹാരിസിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു CPM അനുകൂല പോസ്റ്റുകളാണ് കൂടുതലും വരുന്നത്. സർക്കാരിന് അനുകൂലമായിട്ടല്ലേ CPM അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ കൂടിയിട്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ധാരാളം പോസ്റ്റുകൾ കാണുന്നത്. സർക്കാർ എത്രത്തോളമാണ് ഈ അജിംസ് പറഞ്ഞ ഒരു PR ആ ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അല്ല, ഒന്നാമത്തെ കാര്യം ഇത് കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ അദ്ദേഹം സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുമധ്യത്തിൽ വന്ന് പറയാനും ഗവൺമെൻറ്റിനെ വിമർശിക്കാനും ഉദ്യോഗസ്ഥന്മാർക്ക് അനുമതിയില്ല എന്നാണ് ചട്ടം. സർക്കാരുമായി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ സർക്കാരിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റോ നിങ്ങളുടെ റിക്വയർമെൻറ്റോ ഉണ്ടെങ്കിൽ സർക്കാരിനോട് നിങ്ങൾ പൊതുജന മധ്യത്തിലല്ലാതെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതേ പറ്റൂ. അല്ലാതെ പൊതുമധ്യത്തിൽ വന്നിറങ്ങി വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുക, സമരത്തിൽ പങ്കാളിയാവുക, സോഷ്യൽ മീഡിയയിൽ എഴുതുക, ഇതൊന്നും അവർക്ക് പെർമിറ്റ് ചെയ്തിട്ടില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് ലംഘിച്ചാൽ സ്വാഭാവികമായ നടപടി ഉണ്ടാകുന്നതിനെ ആദ്യം കാണണം കേട്ടോ. ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വസ്തുതാപരമായ കാര്യമാണ്, മനുഷ്യൻ്റെ പക്ഷത്ത് നിൽക്കുന്ന കാര്യമാണ്, രോഗികളുടെ കൂടെ നിൽക്കുന്ന കാര്യമാണ്, നമ്മുടെ ആരോഗ്യ മേഖല ഇനിയും അഡ്രസ്സ് ചെയ്യാത്ത മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഭരണകൂടത്തിൻ്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം വസ്തുതയായിരിക്കുമ്പോൾ തന്നെ അത് അദ്ദേഹം റേസ് ചെയ്യാനുള്ളൊരു വഴിയുണ്ടല്ലോ, ആ വഴി ഇതല്ല. അതുകൊണ്ടാണ് സർക്കാർ സ്വാഭാവിക നടപടിയാണ്, ഏത് ഗവൺമെൻറ് ആയാലും ശരിയായ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാൽ പോകുന്നെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ആക്ഷൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് അതിനെ കാണേണ്ട അങ്ങനെയാണെന്ന് തോന്നുന്നു. അതിലൊരു കാര്യമുള്ളത്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് ബാക്ക് ഫയർ ചെയ്യുമെന്ന് സർക്കാരിന് ഭയപ്പാടുള്ളപ്പോഴും ഗവൺമെൻറ് നടപടിയെടുക്കാൻ നിർബന്ധിതമാകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, ഹാരിസ് ഇപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നു, ആ പറയുന്നതിന് വലിയ സ്വീകാര്യത കിട്ടുന്നു, മാധ്യമങ്ങളാകെ അദ്ദേഹത്തെ കൊണ്ടാടുന്നു, അദ്ദേഹം ഈ ആരോഗ്യരംഗത്തെ ഒരു രക്ഷകനാണ് എന്നല്ല വരുന്നു. നാളെ മുതൽ കൂടുതൽ രക്ഷകർ രംഗപ്രവേശനം ചെയ്തേക്കാം എന്ന് വെച്ചാൽ ഒരു ഹീറോ പരിവേഷം കിട്ടുകയാണ് ഗവൺമെൻറ്റിനെ ആക്രമിക്കുമ്പോൾ. അങ്ങനെ സംവിധാനങ്ങളുടെ പ്രശ്നം പറഞ്ഞ് ഒരാൾ പുറത്തിറങ്ങി വന്ന് ഒച്ച വയ്ക്കാൻ തുടങ്ങിയാൽ അങ്ങനെ ഒച്ച വയ്ക്കാൻ കഴിയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ഇപ്പോൾ നമ്മളൊന്നും തന്നെ സംസാരിച്ചിട്ടുണ്ട്, വണ്ടാനം മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ മെഡിക്കൽ കോളേജും ഓരോ താലൂക്ക് ആശുപത്രിയും ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടെല്ലാം എല്ലായിടത്തും പ്രശ്നമുണ്ട്. കാരണം എന്താണ്, 4 കോടിയോളം ആളുകളുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പരിപൂർണമായ കംപ്ലീറ്റായ ഒരു പെർഫെക്റ്റായ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം റൺ ചെയ്യുക ഈസ് നോട്ട് പോസിബിൾ. ലോകത്തൊരിടത്തും അത് സാധ്യമല്ല. നമ്മുടേത് ഏറ്റവും ബെറ്റർ സംവിധാനമാണ്, ബെസ്റ്റ് അല്ല. ബെസ്റ്റ് ആവാൻ നമുക്കൊരിക്കലും പറ്റില്ല. കാരണം അത്രയും പോപ്പുലേഷനുള്ള ഒരു നാട്ടിൽ നമ്മൾ മറ്റാരും പരീക്ഷിക്കാത്ത ഒരു പൊതുജനാരോഗ്യ സംവിധാനം കൊണ്ട് നടക്കുകയാണ്. അതിന് ഒരുപാട് പുഴുക്കുത്തുണ്ടാവും, അതിനൊരിക്കലും പെർഫെക്റ്റ് ആവുക സാധ്യമല്ല. അപ്പോൾ അതിൻ്റെ ഇംപെർഫെക്ഷൻസ്, അതിൻ്റെ പ്രശ്നങ്ങളെ എടുത്തുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരികയും ഗവൺമെൻറ്റിനെ വിമർശിക്കുകയും ചെയ്യാൻ തുടങ്ങിയാൽ കാര്യങ്ങളാകെ വഷളാവും. അപ്പോൾ അതിൻ്റെ ഏതിലാണ് റിസ്ക് കൂടുതലെന്ന് സർക്കാർ ആലോചിക്കുന്നു. ഒരു ഹാരിസിനെ കുറച്ച് ഇടവേള എടുത്ത ശേഷം അദ്ദേഹത്തെ ശിക്ഷിക്കാൻ അദ്ദേഹത്തിനൊരു നടപടി എടുക്കുന്നതാണോ, അതോ ഹാരിസിൻ്റെ പേരിൽ എല്ലാവർക്കും വേണ്ടി വാതിൽ തുറന്നിട്ട് കൊടുക്കുന്നതാണോ ഗുണം ചെയ്യുക? അത് ഗുണം ചെയ്യില്ല. കാരണം സർക്കാർ തന്നെ അറിയാം, ഗവൺമെൻറ് ഓഫീസേഴ്സിൽ സർക്കാരോട് വിയോജിപ്പുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഗവൺമെൻറ്റിനെതിരെ എന്ത് പറഞ്ഞാലും വലിയ കയ്യടി കിട്ടുന്ന ഒരു കാലം കൂടിയാണ്. സോ അതുകൊണ്ട് ഗവൺമെൻറ് ഏത് റിസ്കിനാണ് ഭാരം കൂടുതൽ നോക്കിയിട്ട് അതിലൊന്ന് ഓപ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്ന കാര്യം. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണ്, ഉദ്യോഗസ്ഥർ അവർ ഈ നില എടുത്താൽ അവർക്കെതിരെ നടപടി വരിക സ്വാഭാവികമാണ്. രണ്ടാമത്തേത്, സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടി വിസിൽ ബ്ലോവേഴ്സ് ആവുന്നതോ ആക്ടിവിസ്റ്റുകളാവുന്നതോ ഭയപ്പെടുന്നുണ്ട് എന്നുകൂടിയാണ് കാര്യം. എന്നാൽ അതിന് മേലെ ഗവൺമെൻറ് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് വേണമെങ്കിൽ ഒരു തീരുമാനമെടുക്കാമായിരുന്നു. അദ്ദേഹം പറഞ്ഞ സംഗതി പ്രധാനപ്പെട്ടതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏറ്റവും രോഗി സാന്ദ്രതയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൊന്നാണ് യൂറോളജി. അവിടെ മതിയായ സൗകര്യങ്ങളില്ല എന്ന് സർക്കാരിൻ്റെ തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ വിദഗ്ധ സമിതിക്ക് ബോധ്യപ്പെടുകയും അവർ ആദ്യം റിപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ജെനുവിൻ കോസ് ഗവൺമെൻറ് തന്നെയാണല്ലോ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഗോളിയാറിൽ നിന്നങ്ങാണ്ട് മിഷനറി എല്ലാം കൊണ്ടുവന്ന് ഈ പ്രശ്നം പരിഹരിക്കുകയും
ശസ്ത്രക്രിയകളെല്ലാം റീസ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അതൊരു ജെനുവിൻ സംഗതിയാണ് അദ്ദേഹം ഉന്നയിച്ചതെന്ന് മട്ടിൽ വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാം. ആ ഡിസിഷൻ എടുക്കാൻ ഇനിയും സർക്കാരിന് കഴിയുമായിരിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി കിട്ടിക്കഴിഞ്ഞാണ് എനിക്ക് തോന്നുന്ന കാര്യം. കാരണം ഇത് മോർ ഡാമേജ് ഉണ്ടാക്കാൻ പോകാനുള്ള ഇന്നത്തെ ഡെവലപ്മെൻറ്റ് കാണുമ്പോൾ അതാണ് തോന്നുന്നത്. അതുകൊണ്ട് അതെടുക്കുന്നതായിരിക്കും സർക്കാരിന് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. എന്നാൽ വെറുതെ വിട്ടിട്ടില്ല എന്നൊരു ഫീൽ ഉണ്ടാക്കാൻ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക, വിശദീകരണക്കുറിപ്പ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത്. പക്ഷേ അതാണ് എനിക്ക് ആദ്യം അതിനകത്ത് ടെക്നിക്കലി പറയാൻ തോന്നുന്നത്. രണ്ടാമത്തേത് ഗവൺമെൻറ് ഇതിനകത്തെടുത്ത അപ്രോച്ച്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആദ്യം ഇദ്ദേഹം പ്രശ്നം ഉന്നയിക്കുന്ന സമയത്ത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ലെഫ്റ്റ് ഹാൻഡിലുകൾ പോലും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു നിലയെടുക്കുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് ഇദ്ദേഹം നല്ലയാളാണെങ്കിലും ഇദ്ദേഹം ചെയ്തത് പ്രതിപക്ഷത്തിന് കൈയടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കി എന്ന് പറയുകയും പാർട്ടിയുടെ സംവിധാനങ്ങളാകെയും ദേശാഭിമാനി ദിനപത്രം, പാർട്ടി സെക്രട്ടറി, മന്ത്രിമാർ തുടങ്ങിയവരെല്ലാം കൂടി ചേർന്ന് ഇദ്ദേഹത്തെ ആക്രമിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഇദ്ദേഹം ശത്രുവായി മാറുന്നു. അങ്ങനെ ശത്രുവായി മാറുന്നതിനുള്ള കാരണം എന്താണ്? ഇദ്ദേഹം പ്രതിപക്ഷത്തിന് ആക്രമിക്കാൻ വടിയെടുത്തു കൊടുത്തു. പ്രതിപക്ഷത്തിന് ആക്രമിക്കാനുള്ള വടി ഏതാണ്? യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളില്ല. അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് പലതവണ നടത്തിയിട്ടും മറുപടിയില്ല എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നം. ആ പ്രശ്നം ഒരു ജനങ്ങളുടെ പ്രശ്നമായിട്ടല്ല സർക്കാർ കാണുന്നത്, പ്രതിപക്ഷത്തിന് ഉപയോഗിക്കാനുള്ള കേവലമായ ആയുധങ്ങൾ എന്ന നിലയ്ക്ക് തന്നെ ചെറുതാക്കി കാണുകയാണ്. ജനത്തിൻ്റെ ശസ്ത്രക്രിയ മുടങ്ങിയാലും വേണ്ടില്ല, ആശുപത്രിയിൽ ആ ഉപകരണങ്ങളും മരുന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, പ്രതിപക്ഷത്തിന് ആക്രമിക്കാൻ ഒന്നും ഉണ്ടായിക്കൂടാ. പിന്നെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിൻ്റെ ഒരു ആരോഗ്യ മോഡൽ, അതിന് നേതൃത്വം കൊടുക്കുന്ന വീണ ജോർജും മുഖ്യമന്ത്രി പിണറായി വിജയനും, അതിൻ്റെ പുറത്ത് നിൽക്കുന്ന ഏതോ ശത്രുക്കൾ പ്രതിപക്ഷം, അവർക്ക് നാം ഒരിക്കലും വടി കൊടുക്കരുത്, നമ്മൾ സഹിച്ചോണം, നമുക്ക് ഇഞ്ചക്ട് ചെയ്യാൻ മരുന്നില്ലെങ്കിലും കഴിക്കാൻ പാരസെറ്റമോൾ ഇല്ലെങ്കിലും പ്രതിപക്ഷത്തിന് മരുന്ന് കൊടുക്കുക. പ്രതിപക്ഷം ആരാണ്? ഈ പ്രതിപക്ഷത്തിൽപ്പെടുന്ന ആളുകളും സമരം ചെയ്യുന്ന മനുഷ്യരും എല്ലാം ഈ മെഡിക്കൽ കോളേജിൽ വരുന്നവരാണ്. അപ്പോൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, അവർ നമ്മുടെ ശത്രുക്കൾ എന്ന മട്ടിൽ തരംതിരിവുണ്ടാക്കുക, അത് തന്നെ ഒരു കൊടിയ അനീതിയാണ് ആ കാര്യത്തിലെടുത്ത് പൊസിഷൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൽ തന്നെ കുഴപ്പമുണ്ട്. സർക്കാരിൻ്റെ സമീപനത്തിലെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഈ സംസ്ഥാനം ആരോഗ്യരംഗത്ത് മികവുറ്റതായതിന് ഒരൊറ്റ ഉത്തരവാദി എന്ന് പറഞ്ഞ ഒരാളില്ല. നമ്മളെല്ലാവരും അതിന് ഉത്തരവാദികളാണ്. ഈ സിസ്റ്റം റൺ ചെയ്യുന്നതിന് വിഭാവന ശേഷിയുള്ള പല രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, അതിനോട് സഹകരിക്കുകയും അതിൻ്റെ കൂടെ ചലിക്കുകയും ചെയ്യുന്ന. അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജ് ഏറ്റവും ഭംഗിയായി റൺ ചെയ്യുന്നതിന് ഉത്തരവാദികൾ സർക്കാർ മാത്രമാണോ? അല്ല. ആ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സർക്കാർ പൊതുജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള സമിതിയുണ്ട്. ഓരോ തവണയും നമ്മളിവിടുത്തെ കാഷ്വാലിറ്റിയിൽ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന വോളണ്ടിയേഴ്സിനെ കാണുന്നുണ്ട്. സർക്കാരിൻ്റെ ആൾക്കാരാണ് മൊത്തം. അത് വൃത്തിയായി പോകുന്നതിന് ഭരണകൂടത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ആരോഗ്യ ജാഗ്രതയുള്ള ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ പങ്കാളിത്തമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ക്രെഡിറ്റാണത്. അതിനെന്തെങ്കിലും ലോസ് വന്ന ആരുടെ നഷ്ടമാണ്? അത് പിണറായി വിജയൻ്റെ മാത്രം നഷ്ടമായി കാണേണ്ട, നമ്മുടെ എല്ലാവരുടെയും നഷ്ടമാണ്. ആ നഷ്ടം ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ അത് അഡ്രസ്സ് ചെയ്യാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. കള്ളം പറയരുത് ഒരാളെ ഇല്ലാതാക്കാൻ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട റിക്വയർമെൻറ്റ്സ് നേരത്തെ അറിയിച്ചിട്ടെല്ലാം ചാനലിൽ വന്ന് പറഞ്ഞു. ഇപ്പോൾ അത് പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് ഈ പ്രശ്നം ഉന്നയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം റിക്വയർമെൻറ്റ്സ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊടുത്ത കത്തുകളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. പിന്നെതാ അദ്ദേഹത്തോ മോഷണ കേസിലെ പ്രതി എന്ന മട്ടിൽ അദ്ദേഹത്തെ ടാർണിഷ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു. അയാൾ അവിടെ ജോലിക്ക് ജോയിൻ ചെയ്തതിന് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടതാണിത്. അപ്പോൾ ഇത്രയും വലിയ ഉപകരണമൊക്കെ കാണാതെ പോയത് നമ്മളിപ്പോഴും അറിയുന്നത്, അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. എവിടെ അത് കിട്ടിയോ? അതിനെക്കുറിച്ച് അന്വേഷണം എവിടെയാണ്? ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വേറൊരു പ്രശ്നം ഉന്നയിക്കുന്ന സമയത്ത് മാത്രം ഇത്രയും വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കാണാതായി എന്ന് സർക്കാർ പറയുകയാണ്. ആ ഉപകരണം എവിടെ എന്നുള്ള ക്വസ്റ്റ്യനാണ് ആദ്യം വീണ ജോർജിനോട് ചോദിക്കാനുള്ളത്. ഇത്രയും പണം മുടക്കിയ പൊതുഖജനാവിൽ നിന്ന് പണം എടുത്ത് ചിലവാക്കി കാണാതെ പോയെന്ന് പറഞ്ഞ മെഷീൻ, എനിക്ക് അതിൻ്റെ പേര് ഓർമ്മയില്ല. ആ മെഷീൻ എവിടെ? ആരാണത് കൊണ്ടുപോയത്? അതിനെക്കുറിച്ച് അന്വേഷണം എവിടെയായെന്ന് വീണ ജോർജ് ആദ്യം പറയണം. അല്ലാതെ അത് കാണാതെ പോയിട്ടുണ്ട്, അതിന് ഇയാളാണ് ഉത്തരവാദി എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഭരണകൂടത്തിൻ്റെ സമ്പൂർണ്ണമായ വീഴ്ചയാണ്. അതുകൊണ്ട് ഇതിനകത്തുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ, തുറന്ന മനസ്സോടെ അഡ്രസ്സ് ചെയ്യാൻ സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. ആ പ്രശ്നങ്ങൾ ഇനിയും ഡോക്ടേഴ്സ് ഉയർത്താതിരിക്കാൻ കഴിയും വിധത്തിൽ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രശ്നപരിഹാര മാർഗ്ഗങ്ങൾ ആലോചിക്കുന്നതിന് പകരം ഇങ്ങനെ ചട്ടങ്ങളും നിയമങ്ങളും പറഞ്ഞ് ഭയങ്കര അഗ്രസീവായ നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ ഇതെല്ലാം തിരിച്ചടിക്കാനാണ് പോവുക. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ നമ്മൾ ഇടവേളകളിൽ നിരന്തരമായി കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. സോ അത് പരിഹരിക്കാൻ ജനങ്ങൾക്ക് കൂടി വിശ്വാസം തോന്നുന്ന, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കൂടി വിശ്വാസം തോന്നുന്ന കുറച്ചുകൂടി ഒരു ടാക്റ്റിക്കലായിട്ടുള്ള പൊളിറ്റിക്കൽ വില്ലുള്ള ഡിസിഷൻ വേണം. കേവല സാങ്കേതികതയിൽ കുരുങ്ങിയാൽ അത് മുഴുവൻ തിരിച്ചടിക്കും എന്നാണ് ഞാൻ പറയാം. യെസ്, സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രമാണ് ഈ മെഡിക്കൽ കോളേജുകൾ. അവിടുത്തെ പ്രശ്നങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അവിടെ എത്തുന്ന ഈ സാധാരണക്കാർക്കും ഡോക്ടർമാർക്കുമാണ്. ഹാരിസ് ചിറക്കലിനെ പോലുള്ള ഡോക്ടർമാർ ഇത്തരം ആരോപണങ്ങളും വസ്തുതകളും ഉന്നയിക്കുമ്പോൾ അതിനെ ഇങ്ങനെ നേരിടുകയല്ല ഒരു ഇടതുപക്ഷ സർക്കാർ ചെയ്യേണ്ടതെന്നാണ് പറയാനുള്ളത്.